നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നിങ്ങളെല്ലാം ജയിപ്പിച്ച MLA ആയ PV അൻവർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ഒരു ദിവസം കോഴിക്കോട് കൂടി പോയപ്പോൾ ഒരു ആൾ വടിയേറ്റിൻ്റെ മുന്നിൽ വന്നു. അൻവർ ആ കക്കട എന്താ ഒരു കോയിലുണ്ട്, അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല? എന്നോട് ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ പോയിട്ടില്ല, വടിയേറ്റ് വന്നിരിക്കുക. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം? അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ്. അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് കൊണ്ട് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ്. ബക്രാനങ്കലിനേക്കാളും വലിയ അണക്കെട്ട് കെട്ടിയ ആളാണ് PV അൻവർ എന്നാണ് അപ്പോൾ ഇവർ പറയുന്നത്. മനസ്സിലാക്കി? ബക്രാനങ്കലാണ് നമ്മൾ കണ്ടതിൽ വെച്ച് വലിയ അണക്കെട്ട്, അതിനേക്കാളും വലിയ അണക്കെട്ട് കക്കാടം പോയില് അൻവർ കെട്ടി. ആര്? നമ്മളെ മാധ്യമങ്ങൾ എല്ലാവരും അല്ലട്ടോ, അതിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വടി പിടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അൻവറിന് ഇല്ലാത്ത കുറ്റമില്ല. ഏത്? മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചു മാറ്റി, മറ്റേ മദ്യം പറയാൻ പോയ ഭൂമി പിടിച്ചു മാറ്റി, പിന്നെ ആകാശത്ത് കയറിയിട്ട് മറ്റേ ഡാമുണ്ടാക്കി, ഡാമിൻ്റെ അടിയിൽ കയറിയിട്ട് മീനിനെ വളർത്തി, മീനിനടിച്ചിട്ട് അടിച്ചു മാറ്റി. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിൻ്റെ ആളാരാ? PV അൻവർ. പറഞ്ഞാരാ? നമ്മളെ മാധ്യമങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കി, നിങ്ങൾ രാവിലെ 6 മണിക്ക് അൻവർ നീക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ട് കേൾക്കുക അറിയുമോ? ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ട് അറിയാം നിങ്ങൾക്ക്? ഇപ്പം ഈ അടുത്ത കാലത്താണ് എന്നിട്ടായത് സീതിയാജിപ്പാലം കിട്ടിയത്. മനസ്സിലായെങ്കിൽ? ആദ്യം വരെ നീന്തിയിട്ട് പോയിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഒതായി. അങ്ങനെ മനുഷ്യൻ നീന്തിപ്പോയി എത്താത്ത ഒരു സ്ഥലത്ത് രാവിലെ അൻവറിൻ്റെ വീട്ടിലെ പട്ടി, പൂച്ച, കോഴി ഇതൊക്കെ കൂവുന്നതിൻ്റെ മുമ്പ് ആദ്യം എത്തുന്നത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളെ. അൻവർ നന്നായി, ലോകത്തെ ഏറ്റവും മഹാൻ PV അൻവർ. എന്തിനാ ഇപ്പോൾ അൻവർ സുഭാഷിതങ്ങൾ രാവിലെ തുടങ്ങും. അങ്ങനെയാണ്. വൈകുന്നേരം TV അവസാനിക്കുമ്പോൾ പറഞ്ഞാൽ നാളെ രാവിലെ അൻവറിൻ്റെ സുഭാഷിതങ്ങളുമായി നമുക്ക് കാണാം. അങ്ങനെ എവിടെ ഉറങ്ങാൻ പോണ്.